സംസ്ഥാനത്ത് കുതിച്ചുയർന്ന വെളിച്ചെണ്ണ വില. മാർക്കറ്റിൽ 450 രൂപയ്ക്കാണ് ഇന്ന് വെളിച്ചെണ്ണ വിൽക്കുന്നത്. തൊട്ടാൽ പൊള്ളുമെന്ന സ്ഥിതിയായതോടെ വീടുകളിലും ഹോട്ടലുകളിലുമെല്ലാം വെളിച്ചെണ്ണയ്ക്ക് പകരം മറ്റു മാർഗങ്ങൾ തേടി തുടങ്ങിയതോടെ കച്ചവടക്കാരും വലിയ പ്രതിസന്ധിയിലാണ്. എറണാകുളം മാർക്കറ്റിൽ നിന്ന് അലി അക്ബർ നമുക്കൊപ്പം ആദ്യം ചേരും. അലി, ഗുഡ് മോർണിംഗ്. എന്താണ് കൊച്ചിയിലെ ഇന്നത്തെ വെളിച്ചെണ്ണ നിലവാരം? തൊട്ടാൽ പൊള്ളുമെന്നാണല്ലോ പറയുന്നത്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അത് തന്നെയാണ് സ്ഥിതി. തൊട്ടാൽ പൊള്ളുമെന്ന അവസ്ഥയിലേക്ക് വെളിച്ചെണ്ണ വില എത്തിയിരിക്കുകയാണ്. എല്ലാവരും വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ ഒരു പ്രേക്ഷക കമൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞതുപോലെ മറ്റു മാർഗ്ഗങ്ങൾ തേടി തുടങ്ങിയിരിക്കുന്നു. 450 രൂപയാണ് ഇന്ന് മാർക്കറ്റിൽ വെളിച്ചെണ്ണയ്ക്ക് വില. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എറണാകുളം മാർക്കറ്റിലാണ്. ഇവിടെ ഒരു വെളിച്ചെണ്ണ വ്യാപാര സ്ഥാപനത്തിലാണുള്ളത്. നമുക്ക് കാണാം ആളുകളൊന്നും വലിയ രീതിയിൽ എത്തുന്നില്ല. മുൻപത്തേതുപോലുള്ള ആളുകൾ എണ്ണ വാങ്ങാനെത്തുന്നില്ല. അതുപോലെ തന്നെ നാളികേര കർഷകർ പ്രതിസന്ധിയിലാണ്. മൊത്തത്തിലാകെ ഈ വെളിച്ചെണ്ണ കച്ചവടം ഒരു കുടുങ്ങിയ നിലയിലാണ്. നമുക്ക് എന്തായാലും ഇവിടുത്തെ വില വിവരം ഒന്ന് ചോദിക്കാം. ചേട്ടാ, ഇന്നത്തെ വില എത്രയാണ്? 450 കിലോ. ഹോൾസെയിൽ വരുമ്പോൾ എന്താ വില? 432 വരും. കൈ നിൽക്കാത്ത വിധം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കച്ചവടത്തിൻ്റെ ഒരു അവസ്ഥ? മോശമാണ്, വളരെ മോശമാണ്. ഒരു കാഭാഗത്തോളം കുറഞ്ഞിട്ടുണ്ട്, അരഭാഗത്തോളം കുറഞ്ഞിട്ടുണ്ട്. പറഞ്ഞൊരു സൺഫ്ലവർ അല്ലെങ്കിൽ ഓയിൽ അങ്ങനത്തെ സാധനങ്ങളിലേക്ക് മാറും. 2 മാസത്തിനിടയിലല്ലേ ഇത്രയും വലിയൊരു കുതിച്ചാട്ടം ഉണ്ടായത്? കുറഞ്ഞത് ഏകദേശം 250 എന്നൊക്കെയാണ് അത് മുകളിലേക്ക് വന്നിരിക്കുന്നത്. 250 റേഞ്ചിൽ നിന്ന് നേരെ കയറിയത് 450ലേക്ക്. 450 ഈ ചെറുകിട കച്ചവടക്കാരിപ്പോൾ പഴയതുപോലെ എണ്ണ കൊണ്ടുപോകുന്നുണ്ട്. എന്താ അവസ്ഥ? കുറച്ച് കൊണ്ടുപോകുള്ളൂ. എല്ലാവരും വളരെ കുറവായിട്ട് കൊണ്ടുപോകുള്ളൂ. ഒരു 5 ടീനൊക്കെ കൊണ്ടുപോകണ ഒരു ടീൻ അത്രയൊക്കെ കൊണ്ടുപോകുള്ളൂ. ഒരു മാസം മുമ്പുള്ള കച്ചവടവും ഇപ്പോഴത്തെ ഒന്ന് കമ്പയർ ചെയ്താൽ എന്താ അവസ്ഥ? വളരെ മോശമാണ്. അതാണ് പകുതിയിൽ കുറഞ്ഞ് ഇവിടെ. ചേട്ടാ, എന്താ അവസ്ഥ? ഇപ്പം വെളിച്ചെണ്ണ ഇപ്പം കൈ നിൽക്കാത്ത അവസ്ഥയായി. ഇപ്പം വാങ്ങിക്കാറില്ല. എല്ലാവരും ചെറിയ പാക്കറ്റ് ഉണ്ടെന്നൊക്കെ ചോദിക്കുന്ന 1 കിലോ വാങ്ങിച്ചുകൊണ്ടിരുന്നവരൊക്കെ ഇപ്പം വാമോയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. വാമോയിലും സൺഫ്ലവറിലൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. ഇല്ല, ആൾക്കാർ വാങ്ങിക്കുന്നില്ല. വാമോയിലിന് 3 ഇരട്ടി വിലയല്ലേ വെളിച്ചെണ്ണയ്ക്ക്. എന്താ സർക്കാരിൻ്റെ ഒരു ഇടപെടലൊക്കെ വേണ്ട വിഷയമാണ്. അല്ല, സർക്കാർ ഇതിൽ ഇടപെട്ടിട്ട് കാര്യമൊന്നുമില്ല. കൊപ്രയില്ലാതെ സർക്കാർ ഇടപെട്ടിട്ട് കാര്യമുള്ളത്. കൊപ്രയില്ല, തേങ്ങയില്ല. ഇതൊക്കെ തന്നെ ഒരു കാരണം കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി. കേരളത്തിൽ തേങ്ങ കൃഷിയില്ല. ഇപ്പം ഉള്ളതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എല്ലാം തമിഴ്നാട്ടിലേക്ക് പോയില്ലേ, ഇപ്പം അവിടെയും ഇല്ല. അതാണ് കൂട്ടേണ്ട അവസ്ഥയായി നിലവിൽ. വെളിച്ചെണ്ണ ഇല്ല തന്നെ പറയാം. സർക്കാരിൻ്റെ വെളിച്ചെണ്ണയ്ക്ക് 420 രൂപയാണ് സർക്കാരിൻ്റെ വെളിച്ചെണ്ണ. കേര വെളിച്ചെണ്ണ 420 രൂപ. ഇപ്പോൾ എന്താ അവസ്ഥ? വീട്ടിലൊക്കെ എന്താ പറയുന്നത്? വെളിച്ചെണ്ണ ഞാൻ തേങ്ങ കച്ചവടക്കാരനാണ്. ഞാൻ ഹോൾസെയിൽ വ്യാപാരിയാണ്. ഞാനിവിടെ കച്ചവടത്തിന് കൊണ്ടുവന്നിരിക്കുക, തേങ്ങ കൊണ്ടുവന്നിരിക്കുക. സാധനം കിട്ടാൻ വഴിയില്ല. തമിഴ്നാടൊക്കെ ഇല്ല, ഒക്കെ ഇളനീര് പോവാ. ഈ കായ്ക്കുന്നത് ഇളനീര് പോവാ. അതാണ് ഒരു പ്രധാന കാരണമാണോ ഈ ഒരു ക്ഷാമത്തിന്? അതെ. ഇപ്പം ഏറ്റവും കൂടുതൽ ഇളനീരിനെ പോകുന്നത്. ഇളനീർക്ക് നല്ല വിലയുണ്ട്. ഇളനീര് കർഷകർക്ക് ഏറ്റവും മെച്ചം ഇപ്പോൾ ഇളനീരാണ്. അപ്പോൾ ഇളനീരാകുമ്പോഴേക്കും അതിന് വെട്ടിക്കൊണ്ട് പോവുക. അപ്പം ഈ തേങ്ങ സമയം കിട്ടുന്നില്ല, സാധനം കിട്ടുന്നില്ല. സാധനം ഭയങ്കര ഡേറ്റില്ല. അരുൺകുമാർ, അതൊരു ഹോൾസെയിൽ വ്യാപാര സ്ഥാപനത്തിലാണ് നമ്മളിപ്പോൾ ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ചെറുകിട കച്ചവടക്കാരൊക്കെ ഈ വെളിച്ചെണ്ണ സാധാരണഗതിയിൽ രാവിലെയൊക്കെ വലിയ തിരക്കോടുകൂടി വന്ന് പോകുന്നൊരു കടയാണെന്നാണ് അത് നടത്തിപ്പുകാർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ആളില്ല എന്നുള്ളതാണ്. നമ്മൾ വന്ന സമയത്ത് 3-4 പേർ വന്ന് സാധനം വാങ്ങിപ്പോയി എന്നതിനപ്പുറത്തേക്ക് വെളിച്ചെണ്ണ വ്യാപാര സ്ഥാപനങ്ങളിൽ ഇല്ലാതായിരിക്കും. വെളിച്ചെണ്ണയുടെ വില 2 മാസം കൊണ്ട് ഇരട്ടിയായപ്പോൾ കച്ചവടം പാതിയായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. ഇതാണ് അവസ്ഥ. 250 നിന്ന് ഒറ്റയടിക്ക് 450 രൂപയായിട്ട് വെളിച്ചെണ്ണയുടെ വില കയറി എന്നുള്ളതാണ്.